3 ഐറ്റം ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ഡിസേർട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, മിക്സി വേണ്ട, ഗ്രൈൻഡർ വേണ്ട, അങ്ങനെയൊന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിസേർട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ തിക്ക് ക്രീം, പിന്നെ ഇതുപോലത്തെ ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ബിസ്ക്കറ്റ്. ഫ്ലേവേർഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഒന്നും എടുക്കല്. ഏതെങ്കിലും ഫ്ലേവർ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഡിസേർട്ടിൻ്റെ ടേസ്റ്റ് മാറിപ്പോകൊണ്ട് ഒരു ടേസ്റ്റും ഇല്ലാത്ത ബിസ്ക്കറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ക്യാനി കിട്ടുന്ന ഇതുപോലത്തെ ഫ്രൂട്ട്സ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, ജസ്റ്റ് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിതില്ലെങ്കിൽ ഈ ബിസ്ക്കറ്റ് തന്നെ പൊടിച്ചിട്ടാൽ മതിയാവും മേളിൽ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, നട്ട്സ്, എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണ്ടിയിട്ട് നമുക്കത് ഗാർണിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഗാർണിഷ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ക്യാനിലുള്ള ഈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഇച്ചിരി വലിപ്പത്തിലുള്ള ഒരു ബൗളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തിക്ക് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ എന്തോരം ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് എത്രത്തോളം എമൗണ്ട് ആവശ്യമുള്ള അതനുസരിച്ചാണ് ഞാനിവിടെ ക്രീം എടുക്കുന്നത്. അതുകൊണ്ട് എത്ര വേണമെന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല. എന്തായാലും രണ്ടും ഈക്വൽ എമൗണ്ട് ആയിരിക്കണം. ക്രീം എടുക്കുന്ന അത്രേ ആ ഒരു സെയിം എമൗണ്ട് തന്നെ ആയിരിക്കണം കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ എടുക്കേണ്ടത്. നമ്മളിതുപോലെ ഞാൻ 4 ചെറിയ പാക്കറ്റ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് കണ്ടൻസ്ഡ് മിൽക്കുമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മധുരം കിട്ടുന്നതിന് വേണ്ടി വേറെ ഷുഗറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കണ്ടൻസ്ഡ് മിൽക്കിൽ ആവശ്യത്തിന് മധുരം, ഇതിനാവശ്യമുള്ള മധുരം നമുക്ക് കിട്ടും. അതുകൊണ്ട് വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് രണ്ടും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നിടം വരെ നന്നായിട്ടൊരു സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ക്രീം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല തിക്ക് ക്രീം കിട്ടും. ഞാനിത് പുറത്താണ് വെച്ചത്, അതുകൊണ്ടാണ് സ്വല്പം ലൂസായിപ്പോയി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ രീതിയിലൊന്ന് ചെയ്യുകയായിരിക്കും നല്ലത്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള ചെറിയ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് എളുപ്പമാണ്. ഓരോരുത്തർക്കും കട്ട് ചെയ്ത് കൊടുക്കാതെ ഓരോന്നായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഈ ഒരു പാത്രത്തിൽ ഞാനൊരു ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തു. അതിന് മേളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം ഒഴിച്ചു കൊടുത്തു. പിന്നെ അടുത്ത ലെയറായിട്ട് വീണ്ടും ഒരു ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തു. അതിൻ്റെ മേളിൽ ക്രീം ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ക്രീമും ബിസ്ക്കറ്റും നല്ല കവർ ആകുന്ന രീതി വേണം നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇവിടെ ഞാൻ ഈ ഒരു പാത്രത്തിൽ വെച്ച് എല്ലാവരും 5-6 ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഇതുപോലെ ഒരു വലിയ പാത്രം, നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഏത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഡിസ്പോസിബിൾ പാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ പാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ബിസ്ക്കറ്റുകൾ അടുക്കി കൊടുക്കുക. ഒരു ലെയർ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ബിസ്ക്കറ്റ് സോക്കാകുന്ന രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇച്ചിരി കട്ടിയിൽ തിക്കായിട്ടുള്ള ലെയറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൻ്റെ മേളിൽ ഒന്നും കൂടെ ഞാനിതുപോലെ ബിസ്ക്കറ്റ് നിരത്തി ബാലൻസ് ഉള്ള ഈ ഒരു മിക്സും കൂടെ അതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പീച്ചാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ മേളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിനി ബിസ്ക്കറ്റ് പൊടിച്ചതിൻ്റെ മേളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ മേളിലേക്ക്, ഫ്രഷ് ഫ്രൂട്ട്സാണ് നമ്മുടെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഡിഫറെൻറ്റ് കളർ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇനി ചെയ്യേണ്ടത് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. അത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടുന്നതിന് ഒരു മിനിമം 4 to 6 hours ഫ്രിഡ്ജിൽ നമ്മളിത് വെക്കണം. നന്നായിട്ട് കവർ ചെയ്ത് വെള്ളമൊന്നും അതിനകത്ത് വീഴാതെ നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു 6 hours വെച്ച ശേഷം ഓപ്പൺ ചെയ്താണിത്. ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്താൽ മാത്രം മതിയാവും. നമുക്കിതുപോലൊരു സ്പൂൺ എടുത്തിങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ. ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് എവിടെയും വെച്ച് ഇത് ഈ ഡിസേർട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.